നമസ്കാരം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് യാതൊരു ഭയവും കൂടാതെ പൊതുപണം കൊള്ളയടിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പിന്നാലെ വരുന്ന സർക്കാർ അവരെ തൊടില്ല, എത്ര കൊള്ളയടിച്ചാലും അവരുടെ രോമത്തിൽ തൊടില്ല എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒത്തുകളി രാഷ്ട്രീയം നമ്മുടെ നാടിനെ കാർന്ന് തിന്നുന്ന യഥാർത്ഥ ക്യാൻസർ. എത്ര തെറ്റ് ചെയ്താലും എന്തൊക്കെ നെറുകേട് കാണിച്ചാലും പരസ്പരമുള്ള ഒരു സഹകരണമുണ്ട് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ. അത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അത് അവസാനിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു തുടങ്ങണം. എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ മേൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? ഈ ഭരിക്കുന്ന മുന്നണിയുടെ നേതാക്കളെ മുന്നിൽ കിട്ടുമ്പോൾ സാധാരണ ജനങ്ങൾ അത് ചോദിച്ചു തുടങ്ങണം. മാധ്യമങ്ങളൊന്നും ചോദിക്കില്ല. മാധ്യമങ്ങൾക്ക് പിണറായി വിജയനോട് പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളെ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചോദിച്ചു തുടങ്ങണം. എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ എന്തെങ്കിലും പരിപാടിക്കോ നേതാക്കൾ വരുമ്പോൾ അവരോട് ചോദിക്കണം, സധൈര്യം ചോദിക്കണം. ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഭയങ്കര ഡയലോഗായിരുന്നല്ലോ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ, അവരത് ചെയ്തു, അവരിത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അധികാരത്തിലെത്തിയപ്പോൾ, ഭരണം കിട്ടിയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണങ്ങളിൽ മേൽ ഒരു ചെറുവിരൽ അനക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? എന്തെങ്കിലും ഒരു അന്തർധാരയുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ ഇവർക്കൊക്കെ അല്പം ഉളിപ്പ് തോന്നി തുടങ്ങും. ഇനി ഈ പരിപ്പ് ഈ നാട്ടിൽ വേവില്ല എന്നവർക്ക് ബോധ്യപ്പെടും. പതുക്കെ പതുക്കെ ഒത്തുകളി രാഷ്ട്രീയം അവസാനിച്ചു തുടങ്ങും. അത് അവസാനിക്കുമ്പോൾ പിന്നെ മേലിൽ ഒരു ഭരണാധികാരിയും നാടിനെ കൊള്ളയടിക്കാൻ ധൈര്യപ്പെടില്ല, നടപടികൾ എടുത്തു തുടങ്ങുമ്പോൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചത്? വിജയ് അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകം തന്നെ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് ഉയർന്ന സകല അഴിമതി ആരോപണങ്ങളിൽ മേലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഏകദേശം അതേ സമയത്ത് തന്നെ അധികാരത്തിലെത്തിയ വി ഡി സതീശൻ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ. അപ്പോൾ വി ഡി സതീശൻ ഒത്തുകളി രാഷ്ട്രീയം കളിക്കുകയാണോ എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പൂക്കിച്ചിരിയും ചിരിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ വരുന്ന വി ഡി സതീശനോട് സാധാരണക്കാർ ചോദിച്ചു തുടങ്ങണം. വി ഡി സതീശനോട് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ നേതാക്കളോടും ചോദിച്ചു തുടങ്ങണം. എന്ന് പ്രഖ്യാപിക്കും? എന്ന് അന്വേഷണം പ്രഖ്യാപിക്കും? പിണറായി വിജയൻ്റെ കാലത്ത് നടന്ന അഴിമതി ആരോപണങ്ങളിൽ മേൽ എന്ന് അന്വേഷണം പ്രഖ്യാപിക്കും? പൊതുകടം ഇത്രയും ഭയാനകമായി വർദ്ധിച്ചത് എങ്ങനെയാണ്? 1.5 ലക്ഷം കോടിയായിരുന്ന പൊതുകടം 5 ലക്ഷം കോടിയായത് എങ്ങനെയാണ്? അതിന്മേൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തത്? ചോദിച്ചു തുടങ്ങണം. ചോദിച്ചു തുടങ്ങിയേ പറ്റൂ. നമ്മൾ ജനങ്ങളെ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇതിന് മാറ്റമുണ്ടാവൂ. അല്ലെങ്കിൽ ഈ നാട് കൊള്ളയടിച്ച് മൂട്ടിപ്പിച്ച് സർവനാശത്തിൻ്റെ വക്കിലെത്തിച്ച നേതാക്കൾ ഒന്നും അറിയാതെ, അവർ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷ പോലും അനുഭവിക്കാതെ അവർ കടന്നു പോകും. അത് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ വരും തലമുറയ്ക്കും അഴിമതി ചെയ്യുവാനുള്ള പ്രചോദനമാവും. ഇത്രയും വലിയ രീതിയിൽ ഈ നാടിനെ കൊള്ളയടിച്ചവർക്ക് പോലും ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അത് പിൽക്കാലത്ത് വരും തലമുറയ്ക്കും ഒരു പ്രചോദനമാണ്. അത് സംഭവിച്ചുകൂടാ. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണം. അതിന് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഒത്തുകളി രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്ക് പ്രതിബദ്ധത പ്രതിപക്ഷത്തുള്ള നേതാക്കളോടാണോ ജനങ്ങളോടാണോ എന്ന് ജനങ്ങൾ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങണം. അവിടെയാണ് മാറ്റത്തിൻ്റെ തുടക്കം.